ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ കാർഷിക പരിഷ്കരണങ്ങൾ കർഷകരെ ശാക്തീകരിക്കുമെന്നും പുതിയ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങളായിരുന്നു ഇവയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 71ാം അധ്യായത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ചർച്ചകൾക്കു ശേഷമാണ് കാർഷിക പരിഷ്കരണങ്ങൾക്ക് പാർലമെന്റ് നിയമസാധുത വരുത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണയ്ക്കെതിരായ പോരാട്ടം ശക്തമായി തുടരണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശീതകാലം ശക്തി പ്രാപിക്കുന്നതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സാംസ്കാരിക സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 900 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. വാക്സിൻ നിർമ്മാണം, വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായാണ് തുക ഉപയോഗിക്കുക. ബയോടെക്നോളജി വകുപ്പിനാകും തുക കൈമാറുക. രാജ്യത്ത് പരീക്ഷണ ഘട്ടത്തിലിരിക്കുന്ന 6ഓളം വാക്സിനുകളുടെ വികസന പ്രക്രിയയ്ക്ക് തുക സഹായകരമാകും. സംസ്ഥാനത്ത് ഇന്ന് 5643 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5861 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,775 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.34%. കോഴിക്കോട് 851, മലപ്പുറത്ത് 721, തൃശൂരിൽ 525, എറണാകുളം 512 രോഗബാധിതരാണ് ഇന്നുള്ളത്. കൊല്ലത്ത് 426, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ 350 മുകളിലും രോഗബാധിതരുണ്ട്. 64,589 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,32,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 2,223 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 851 പേരിൽ 804 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 14.29% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം വീണ്ടും 800 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു. ഇന്ന് സമ്പർക്കം വഴി 804 പേർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ മണിയൂർ, കൊടുവള്ളി, ഒളവണ്ണ, കാരശ്ശേരി, കുണ്ണിക്കുളം, മേപ്പയൂർ, ചേളന്നൂർ, വടകര എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർക്ക് ഇന്ന് പോസിറ്റീവായത്. കോവിഡ്-19 രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടവും നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററും ഐ.ടി. മിഷനും സംയുക്തമായി ഒരുക്കിയ കോവിഡ്-19 ജാഗ്രതാ പോർട്ടലിന് 2 കോടിയിലധികം ഹിറ്റ്സിന്റെ അഭിമാന നേട്ടം. നിലവിൽ പുതുതായി കോവിഡ് ഐസിയുകളെ ബന്ധിപ്പിക്കുന്ന ഐസിയു ഗ്രിഡ് സംവിധാനവും കോവിഡ്-19 ജാഗ്രതാ പോർട്ടലിൽ പ്രവർത്തന സജ്ജമായി. സ്വകാര്യ ആശുപത്രികളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ചികിത്സ ധനസഹായത്തിനുള്ള റഫറൽ ലെറ്ററും നിലവിൽ പോർട്ടൽ മുഖേന ലഭ്യമാകുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1081 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 412 പേരാണ്. 51 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 4954 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗത്തിനുള്ള സാധ്യത പരിഗണിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ. ചെമ്പേരിക്ക, ബേക്കൽ, പള്ളിക്കര, വലിയപറമ്പ്, കാപ്പിൽ, അഴീത്തല, കീഴൂർ ബീച്ചുകളിലും റാണിപുരം ഹിൽ സ്റ്റേഷനുകളിലും ആൾക്കൂട്ടം നിയന്ത്രിക്കാനും ബീച്ചുകളിലേക്കുള്ള അനധികൃത വഴികൾ അടച്ച് സന്ദർശന സമയം 1 മണിക്കൂറായി പരിമിതപ്പെടുത്താനും തീരുമാനിച്ചു. പ്രധാന വഴികളിലൂടെ മാത്രമായിരിക്കും ബീച്ചിലേക്ക് പ്രവേശനാനുമതി. ഒരേ സമയം പരമാവധി 50 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം കിയോസ്കുകൾ സ്ഥാപിച്ച് ആന്റിജൻ ടെസ്റ്റ് നടത്തും. നിരോധനാജ്ഞ പിൻവലിച്ചതും മംഗലാപുരത്തേക്കുള്ള KSRTC സർവീസ് പുനരാരംഭിച്ചതും സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ സേവനം അവസാനിപ്പിച്ചതും തദ്ദേശ സ്ഥാപനങ്ങളിൽ ിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും കോവിഡുമായി ബന്ധപ്പെട്ട ജില്ലയുടെ നിലവിലെ സാഹചര്യത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത പരിഗണിച്ചാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. 4,53,000-ലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 41,810 പേർക്ക് കൂടി രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 93,92,000 പിന്നിട്ടു. 1,36,000-ലേറെ പേരാണ് മരിച്ചത്. ലോകത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6,27,00,000-ത്തോടടുക്കുന്നു. 4,33,00,000-ത്തോളം പേർ ഇതിനകം സുഖം പ്രാപിച്ചു. 14.5 ലക്ഷത്തിലേറെ പേരാണ് ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു.
വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷന് പുറത്ത് ബ്രേക്ക് ദ ചെയിന്റെ ഭാഗമായി ബക്കറ്റ്, മഗ്, സോപ്പ്, വെള്ളം എന്നിവ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണം. സാമൂഹ്യ അകലം പാലിച്ച് ക്യൂ നിൽക്കുന്നതിന് പ്രത്യേക അടയാളം മാർക്ക് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ വോട്ടർമാർ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് ആവശ്യമെങ്കിൽ തണൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതാണ്. തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ റിസർവ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും ഇ ഡ്രോപ്പ് വെബ്സൈറ്റിൽ അവരുടെ പരിശീലന ക്ലാസിന്റെ ഷെഡ്യൂൾ പരിശോധിച്ച ശേഷം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേർന്ന് പരിശീലന ക്ലാസിൽ പങ്കെടുക്കേണ്ടതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുന്നതിന് രൂപീകരിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫ്ളക്സ്, പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്ന കാര്യവും സ്ക്വാഡ് പരിശോധിക്കും. കെഎസ്എഫ്ഇക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സർക്കാർ എതിരല്ലെന്ന് ധനമന്ത്രി ഡോ തോമസ് ഐസക്. എന്നാൽ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ എതിരാളികൾക്കും സ്ഥാപനത്തിന്റെ എതിരാളികൾക്കും ആയുധം നൽകുന്ന തരത്തിലാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിജിലൻസ് എന്ത് പരിശോധനയാണ് കെഎസ്എഫ്ഇയിൽ നടത്തിയതെന്ന് വ്യക്തമാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി. വിജിലൻസ് പരിശോധന നടന്ന എല്ലാ ശാഖകളിലും ഇന്റേണൽ ഓഡിറ്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കെഎസ്എഫ്ഇ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരുന്നെന്നും അതിനെ ഈ നിലയിലാക്കിയവർ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതി അന്വേഷിക്കുന്നത് ധനമന്ത്രി തോമസ് ഐസക്കിന് താൽപര്യമില്ലാത്ത കാര്യമാണെന്നും അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വയനാട്ടിൽ പറഞ്ഞു. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വിജിലൻസ് വകുപ്പിനെതിരെ ധനമന്ത്രി വിമർശനം ഉന്നയിച്ചത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന് തെളിവാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കെഎസ്എഫ്ഇ ക്രമക്കേടിലെ ധനമന്ത്രിയുടെ പങ്കാളിത്തം സർക്കാർ അന്വേഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. കർഷക പ്രക്ഷോഭം കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാർ തീക്കളിയാണ് നടത്തുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കർഷകരെ ചർച്ചയിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എൻസിഇആർടിയുടെ ഉപദേശക സമിതി അംഗമായി കൈറ്റ് സിഇഒ കെ അൻവർ സാദത്തിനെ നിയമിച്ചു. അൻവർ സാദത്തിന്റെ ഈ മേഖലയിലെ വൈദഗ്ധ്യം പരിഗണിച്ചാണ് ഈ നിയമനം. നിർമ്മാണ പിഴവ് മൂലം പുതുക്കി പണിയുന്ന കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ പുതിയ ഗർഡറുകൾ ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ 4 സ്പാനിലുള്ള 24 ഗർഡറുകൾ സ്ഥാപിക്കും. 102 ഗർഡറുകളാണ് ആകെ സ്ഥാപിക്കുക. പഴയ പാലത്തിന്റെ പൊളിക്കൽ ജോലികൾ ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി. വിശാലമായ ഇടുക്കി ജലാശയത്തിലൂടെ മുളം ചങ്ങാടത്തിൽ വിനോദയാത്ര നടത്താൻ വനം വകുപ്പും കൊലുമ്പൻ കോളനിയിലെ ആദിവാസികളും ചേർന്ന് അവസരമൊരുക്കുന്നു. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം. ഇടുക്കി ജലാശയത്തിലൂടെ മുളഞ്ചങ്ങാടത്തിൽ ഒരു യാത്ര നടത്താൻ കൊലുമ്പൻ കോളനിയിലെ ആദിവാസികളും വനം വകുപ്പും ചേർന്ന് അവസരമൊരുക്കുന്നു. വിനോദസഞ്ചാരികൾക്കായി മുളഞ്ചങ്ങാട് നിർമ്മാണത്തിലാണ് ആദിവാസി യുവതലമുറ. ഇടുക്കി നഗരംപാറ സഹ്യസ്ഥാൻ ഇക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ മുളഞ്ചങ്ങാട് നിർമ്മിക്കുന്നത്. ചങ്ങാടത്തിന്റെ നിർമ്മാണം വെള്ളാപ്പാറയിൽ വനം വകുപ്പിന്റെ ബോട്ട് ജെട്ടിക്ക് സമീപം ആരംഭിച്ചു. കൊലുമ്പൻ കോളനിയിലെ പുതുതലമുറക്കാരാണ് ചങ്ങാട് നിർമ്മിക്കുന്നത്. ചങ്ങാട് യാത്രയ്ക്ക് ശേഷം വനയാത്രയും പാക്കേജിൽ ഉൾപ്പെടുത്തും. വനസംരക്ഷണം, വിവിധയിന ഔഷധ സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്കായി പകർന്നു നൽകും. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ദർശന നിയന്ത്രണങ്ങളിൽ അടുത്ത മാസം മുതൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കും. ഡിസംബർ 1 മുതൽ ക്ഷേത്രത്തിലെ 4 നടകളിലൂടെയും പ്രവേശനം അനുവദിക്കും. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന വിവാഹം, ചോറൂണ്, തുലാഭാരം തുടങ്ങിയവയ്ക്കും ഡിസംബർ 1 മുതൽ സൌകര്യമുണ്ടാകും. കേരള മംഗള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയക്രമം മാറുന്നു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിന്റെയും നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസിന്റെയും പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരും. രാജധാനി എക്സ്പ്രസിന്റെ സമയക്രമം ഡിസംബർ 29 മുതൽ മാറുമെന്നാണ് പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിലും ഇന്ത്യയ്ക്ക് തോൽവി. 51 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റിന് 389 റൺസെടുത്തു. ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഡിസംബർ 2-ന് കാൻബറയിൽ നടക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂരും ഒഡീഷയും തമ്മിലുള്ള കളി സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമും 2 ഗോൾ വീതം നേടി. രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയും ഏറ്റുമുട്ടുകയാണ്. മത്സരം 78 മിനിറ്റ് പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും മലയോര പ്രദേശത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ മേഖലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്തു നിന്നും കടലിൽ പോകുന്നത് നാളെ അർദ്ധരാത്രി മുതൽ പൂർണ്ണമായും നിരോധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു.
ഇടുക്കിയിൽ ബുധനാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.